ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പൊന്മുടിയിലേക്കാണ് പോകുന്നത്. ഗൈസ്, ഒറ്റ മൈൻഡ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു കാരണം പ്ലാൻ ചെയ്തിട്ടില്ല. രാവിലെ ഒന്ന് ജസ്റ്റ് ഓടാൻ ഇറങ്ങി, പക്ഷേ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ട്രിപ്പ് മോഡാക്കി. ഗൈസ്, പോകുന്ന വഴിക്ക് ഒരു വഴിയേറെ നമ്മൾ കണ്ടു. തൊപ്പികളും ഗ്ലാസ്സുകളും കൈ ചെയിനും മാലയൊക്കെ വിൽക്കുന്നൊരു കട. അവിടെ നിന്ന് ഞാനൊരു 100 രൂപയ്ക്കൊരു ഗ്ലാസ് മേടിച്ചു, സൺ ഗ്ലാസ്. അതിനകത്തു നിന്നൊരു 100 രൂപ തൊപ്പി മേടിച്ചു. പൊന്മുടിയിലേക്ക് പോണ വഴി എൻ്റെ സുഹൃത്ത് പറഞ്ഞു നമുക്ക് നേരെ ബ്രൈമൂറിലേക്ക് പോകാം. കാരണം ബ്രൈമൂറിൽ പോയി കഴിഞ്ഞാൽ പൊന്മുടിയേക്കാളും വെല്ലുന്ന ക്ലൈമറ്റാണെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് വെച്ച് നമ്മൾ നേരെ ബ്രൈമൂറിലോട്ട് പോവുകയാണ്. ബ്രൈമൂറിലേക്ക് പോണ വഴിക്ക് തന്നെയാണ് അവൻ പറഞ്ഞു നമുക്ക് നേരെ സുമതി വളവെന്ന് പോകാമെന്ന് പറഞ്ഞു. നേരെ സുമതി വളവിലോട്ട് പോയി. സുമതി വളവ് പ്രത്യേകിച്ച് കാണാൻ വലിയ നിഗൂഢമായിട്ടൊന്നുമില്ല. ഒരു എസ് മോഡൽ വളവാണ് കാണുന്നത്. പക്ഷേ നൈറ്റ് ആകുമ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രേതമുണ്ടെന്നോ ബാധയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് ഞാൻ ഉദ്ദേശിച്ച സുമതി വളവെന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലായിരുന്നു. ഒരു പ്ലെയിനായിട്ടുള്ള സ്ഥലമാണ്. മീൻസ് റബ്ബർ തോട്ടമുള്ള ഒരു ആൾത്താമസം ഇല്ലാത്ത ഒരു 1-2 കിലോമീറ്റർ ആൾത്താമസം ഇല്ലാത്തൊരു ഏരിയ. ആ ഒരു ലെവലിലാണ് ഞാൻ സുമതി വളവിൻ്റെ ഒരു എന്താ പറയണ്ട സുമതി വളവിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് വെച്ചിരുന്നു, എൻ്റെ മനസ്സിൽ വെച്ചിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. സുമതി വളവ് എന്ന് പറയുന്നത് എസ് മോഡൽ വളവാണ്. പക്ഷേ ഇതൊക്കെ ഇവിടെ അപകടം വലുതായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. കണ്ടാൽ അങ്ങനെ തോന്നുന്നു. ഗൈസ്, ഇത് പറഞ്ഞിരുന്നത് ഇവിടെ ഫുള്ളും മരങ്ങളായിരുന്നു, ഒരു കാടിൻ്റെ അന്തരീക്ഷമായിരുന്നു എന്നാണ് പറഞ്ഞത്. പണ്ടോട്ട് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ കണ്ടല്ലേ എല്ലാം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ മിക്കവാറും വേറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ പുതിയ കൃഷികളോ എന്തെങ്കിലും ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ മിക്കവാറും ഇവിടെ വീടുകളോ കെട്ടിടങ്ങളോ ഒക്കെ വയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഗൈസ്, ഇതാണ് സുമതി വളവിലെ വ്യൂ പോയിന്റ്. അതിനടുത്ത് തന്നെ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നു. അത് തിന്നാനൊരു പട്ടി വന്നു. ആ പട്ടിയുടെ കോലം ഒന്ന് നോക്കുക ഗൈസ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ നേരെ ബ്രൈമൂറിലേക്ക് പോവാണ്. ബ്രൈമൂറിലേക്ക് പോകണ ആ റോഡ് തന്നെ, ആ വഴികൾ തന്നെ എന്തൊരു ഭംഗിയാണ് കാണാൻ. കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ യൂക്കാലിസ് മരങ്ങളും അതിനിടയിൽ കൂടെ ഉള്ളൊരു വഴി. പിന്നെന്താ പറയുക, കുറച്ച് ഹെയർപിൻ വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ നല്ല വഴി തന്നെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ദൂരെ അങ്ങ് മലകൾ കാണാം, നല്ല രസമുണ്ട് കാണാൻ.
അപ്പോൾ വിനീത് പറഞ്ഞു നമുക്ക് നേരെ മങ്കയം വെള്ളച്ചാട്ടം അതുവഴി നേരെ അങ്ങ് ബ്രൈമൂർ പോകാമെന്ന്. പക്ഷേ സങ്കടം എന്ന് പറയട്ടെ, ബ്രൈമൂറിലേക്ക് കടത്തി വിടത്തില്ല. മങ്കയം വെള്ളച്ചാട്ടം അങ്ങോട്ട് പോലും കടത്തി വിടത്തില്ല. കാരണം ഇവിടെ ടൂറിസം തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ബ്രൈമൂറും മങ്കയം വെള്ളച്ചാട്ടമൊന്നും കാണാൻ പറ്റിയില്ല. തിരിച്ച് നമ്മൾ പൊന്മുടിയിലേക്ക് പോവുകയാണ്. നമ്മുടെ തിരുവനന്തപുരം അവിടുത്തെ റോഡുകൾ അതെല്ലാം സർവേ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിനീതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ റോഡിൻ്റെ സർവേ കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എൻ്റെ അടുത്ത് ഇന്നും പറയും. അപ്പം അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ ഇടയിൽ നമുക്ക് മാപ്പൊന്നും ഓണാക്കണ്ട, എനിക്ക് വഴിയെല്ലാം അറിയാം, സെറ്റാണ്, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇടയ്ക്ക് വെച്ച് ചെറിയൊരു വഴി തെറ്റി പോലെ തോന്നി. പക്ഷേ കൊണ്ടുവന്ന് എത്തിച്ചത് ഒരു നല്ലൊരു പ്ലേസാണ്. കണ്ടോ, ഫ്രണ്ടിൽ നല്ല വ്യൂ ആണ്. എന്താ പറയണ്ട, ഒരു പുഴ നടുക്ക് പാലം, നല്ലൊരു വ്യൂ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയത്. കാരണം ഇനിയും കുറച്ച് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങിയത്. നല്ലൊരു അന്തരീക്ഷം, പക്ഷേ വെയിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ വിതുരയിലെത്തിയപ്പോഴും അവൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ ഒരു ഹിഡൻ സ്പോട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നതാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് ആ ഹിഡൻ സ്പോട്ടിലേക്ക്, ചെറിയൊരു വെള്ളച്ചാട്ടം, അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു നേരെ പൊന്മുടിയിലേക്ക്. ഇപ്പോൾ പോണ വഴിക്ക് പാലം പണി നടക്കുന്നത് കൊണ്ട് നേരെയുള്ള വഴിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് റൈറ്റ് എടുത്ത് വേറെ വഴി കട്ട് ചെയ്താണ് പോകേണ്ടത് പൊന്മുടിയിലേക്ക്. അങ്ങനെ അതുവഴി പോയി. അങ്ങനെ ഞങ്ങൾ നേരെ വന്നു പൊന്മുടി എൻട്രൻസിലായി. അവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 40 രൂപ വെച്ചും വാഹനത്തിന് ബൈക്കായതുകൊണ്ട് ഞങ്ങൾക്ക് 20 രൂപ വെച്ചായിരുന്നു. അപ്പം ആകെ മൊത്തം 100 രൂപയായി. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തം 22 ഹെയർപിൻ വളവുകളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ 6ാമത്തെ ഹെയർപിൻ വളവ് കഴിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചൂടും വെയിലുമൊക്കെ ആണ് കുറച്ച് നേരത്തേക്ക്. ലാലേട്ടൻ പറയുന്നത് പോലെ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറയുന്നത് പോലെ കയറി വന്നപ്പോഴത്തേക്കും നല്ലൊരു ഇളം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അന്തരീക്ഷത്തിൻ്റെ മട്ടഭാഗമൊക്കെ മാറുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യാനും കോട വരാനൊക്കെ ചാൻസ് ഉണ്ട്. പൊന്മുടിയിൽ താമസിക്കുന്ന പിള്ളേർക്ക്, അതായത് അവിടെ ഉള്ള ആൾക്കാർക്ക് ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. കാർമേഘമൊക്കെ ഇരുണ്ട് കൂടിയിട്ടുണ്ട്. മിക്കവാറും ഇന്ന് ഒരു മഴയും കോടയൊക്കെ കാണും. എന്തായാലും നമുക്ക് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന് തിരിയുന്നത് ഈ പൊന്മുടിയിൽ ഒരു ഹിഡൻ സ്പോട്ടായ, അതായത് റോഡ് സൈഡിൽ ഒരു മരം നിൽക്കുന്നൊരു സ്പോട്ടുണ്ട്.
അങ്ങോട്ടേക്കാണ് തിരിയുന്നത്. ഇപ്പം ഇത് ഇനി ഹിഡൻ സ്പോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഇപ്പോൾ ആൾക്കാർ വന്ന് ഇത് എക്സ്പ്ലോറായ ആൾക്കാർ വന്ന് ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പം അത് ഹിഡൻ സ്പോട്ട് ഇനി പറയാൻ പറ്റത്തില്ല എന്തായാലും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പൊന്മുടി ഹിൽ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. കോടയൊന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വന്നതല്ലേ, കോട കണ്ടിട്ട് പോവാം. എന്തായാലും ഒന്ന് കറങ്ങാം. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഒന്ന് നടന്നു. എനിക്ക് തോന്നുന്നത് പൊന്മുടി കൂടുതലും ക്ലോസ് ചെയ്യുന്നത് മഴയുള്ള സമയത്തായിരിക്കും. കൂടുതലും മഴയുള്ള സമയത്ത്, ആ സമയത്തായിരിക്കും കോട ഇറങ്ങുന്നത്, നല്ല കോട. ആ കോട ഇറങ്ങുന്ന സമയത്താണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ആ സമയത്തായിരിക്കും ഇവിടെ പൊന്മുടി ക്ലോസ്ഡ് ആക്കി എന്ന് പറഞ്ഞൊരു വാർത്ത കിട്ടുന്നത്. അപ്പം എല്ലാവരും ആ കോടയുള്ള സമയത്തായിരിക്കും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത്. കാരണം ആ സമയത്താണ് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കോടയുള്ള സമയത്ത് ആ ഒരു വൈബും ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നത് ആ സമയത്താണ്. പക്ഷേ എന്ത് ചെയ്യാം, ഈ ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നു. ഇപ്പം ക്ലോസ് ആക്കിയതിന് ശേഷം അത് നല്ല മഴയുള്ള സമയമായിരുന്നു ഈ ഒരാഴ്ചക്കുള്ളിൽ. അപ്പം ആ ക്ലോസ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. 3-ാം തീയതി ഓപ്പൺ ആക്കി. ഇപ്പം ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് 6 ജൂൺ 2025. ഈ സമയത്താണ് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഒറ്റ മൈൻഡിൽ വന്ന ട്രിപ്പാണ്. അല്ലാതെ ആരെയും വിളിക്കാനോ കൂട്ടുകാരന്മാരെ വേറെ വിളിക്കാനോ ഒന്നും പറ്റിയില്ല. രാവിലെ തോന്നി, നമ്മളിങ്ങനെ ഇറങ്ങി വന്നു. കോട ഇറങ്ങി. കോട ഇല്ലൊരു കുഴപ്പമില്ല, കാണുന്നില്ല. ഇന്ന് ഒരു അവധി ദിവസം അല്ലെങ്കിൽ പോലും, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്, അവധി ദിവസം അല്ലെങ്കിൽ പോലും ഒരു ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗൈസ്, കോട ഇറങ്ങി ഗൈസ്. ഇപ്പം എന്തായാലും നല്ല ക്ലൈമറ്റായി തുടങ്ങി. കോട ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കാണാൻ പറ്റുന്നില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തും മലയുള്ളതാണ്, അതൊന്നും കാണാൻ പറ്റത്തില്ല. കുന്നൊക്കെ ഉള്ളതാണ്, പക്ഷെ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് മിക്കവാറും പോകുന്നിടം വരെ, അതായത് നമ്മൾ താഴോട്ട് പോകുന്നത് വരെ നല്ല കോടയായിരിക്കും. നമ്മളെന്തായാലും എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് ഒന്ന് കറങ്ങണം ഇവിടെ.
എന്തായാലും വിനീത് അവിടെ നല്ല വൈബായി തുടങ്ങി. കാരണം കോട വന്നതുകൊണ്ട് നല്ല വൈബായി തുടങ്ങി. മിക്കവാറും ഇപ്പം മഴയും തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നല്ല ക്ലൈമറ്റ്. അപ്പം ഞാനും കൂടെ ഒരു വീഡിയോ അങ്ങ് എടുത്തു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഏറ്റവും ടോപ്പിലായി. നിരോധിത മേഖല. അങ്ങോട്ടേക്ക് വലുതായിട്ട് ആരെയും കയറ്റി വിടത്തില്ല. കയറ്റി വിട്ടാൽ പോലും അത് 2-3 പേര് നിൽപ്പുണ്ടായിരുന്നു. വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അവിടെ ഇടിമിന്നൽ പതിക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല അവിടുത്തെ സെക്യൂരിറ്റി. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഫോണിൽ കളിച്ചുകൊണ്ടാണ് ഇരുന്നത് അവിടെ. ആനവണ്ടി ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ സ്വന്തം KSRTC അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ഒന്നുകിൽ അതിൻ്റെ പുറക്കേൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ, അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. കാരണം കോട റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് പോകുന്ന വഴി കോടയാണെന്നുണ്ടെങ്കിൽ നല്ല തേമ്പ് കിട്ടും. കാരണം വഴിയൊന്നും കാണാൻ പറ്റത്തില്ല. എതിരെ വരുന്ന ഒരാളെ പോലും മിക്കവാറും കാണാൻ പറ്റത്തില്ല. വണ്ടി ഏകദേശമാണ് പറഞ്ഞത്. എതിരെ വരുന്ന വണ്ടികളെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാലും ബൈക്ക് ഇച്ചിരി പ്രശ്നത്തിലിരിക്കുവാണേ. സൂക്ഷം പറഞ്ഞതുപോലെ തന്നെ ഗായ്സ്, ഫുൾ കോട റോഡ് മൊത്തം. ഫ്രണ്ട് വരുന്ന വണ്ടിക്ക് ഒരു ലൈറ്റ് അടിച്ച് കാണിക്കണമെങ്കിൽ ഇച്ചിരി പാടുപെടും നമ്മൾ. കട്ട കോട. എതിരെ വന്ന വണ്ടി ഏതെങ്കിലും വണ്ടിയുടെ ഓവർടേക്ക് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇടിക്കും. കാരണം അമ്മാതിരി കോടയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല ഫ്രണ്ട് വരുന്ന ഒരാളെ പോലും. എന്തായാലും പോവാം. ശിവനേന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. ഗൈസ്, ഞങ്ങൾ പൊന്മുടിയിലേക്ക് വന്നപ്പോൾ റോഡ് പണി നടക്കുന്നത്, അതായത് പാലം പണി നടക്കുന്നത് കൊണ്ട് നമ്മൾ റൂട്ട് തിരിഞ്ഞ് റൈറ്റ് സൈഡ് കയറിയാണ് വന്നത്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ അതുവഴിയല്ല പോണത്. പാലം പണി നടക്കുന്നിടത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്ന് വെച്ചാൽ 2 വീലേഴ്സ്, അതായത് ബൈക്ക് യാത്രക്കാർക്കും നമ്മുടെ സൈക്കിൾ യാത്രക്കാർക്കും നടക്കുന്ന ആൾക്കാർക്കും പോകാൻ വേണ്ടി ഒരു കുഞ്ഞ് പാലം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ വലിയ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 വീലേഴ്സിനെതിരെ കൂടെ പോകാം. വലിയ വണ്ടികളൊന്നും ഇതിലേ പോകത്തില്ല. നമ്മൾ അതുവഴി തിരിച്ച് വീട്ടിലേക്ക് പോകും.